മോനെ ഹദ്ദിബ് നഫ്സക ബിസുഹ്ബതി മൻ ഹുവ അഅലമു മിൻക. നീ നിന്റെ ശരീരത്തെ സംസ്കരിച്ചെടുക്കേണ്ടത് ബിസുഹ്ബതി മൻ ഹുവ അഅലമു മിൻക, നിന്നെക്കാൾ ഏറ്റവും വിവരമുള്ള പണ്ഡിതന്മാരോട് സഹവസിക്കൽ കൊണ്ട് മാത്രമാണ് നിന്റെ ശരീരത്തെ നീ എന്താക്കേണ്ടത്, സംസ്കരിച്ച് എടുക്കേണ്ടത്. വിവരമില്ലാത്ത ജാഹിലീങ്ങളെ തുടർന്നുകൂടാ. ലോകത്തൊട്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഈ സമ്മേളനത്തിന്റെ മുഅ്മിനീങ്ങളോട് ചെറിയൊരു വാക്ക് പറയാനുണ്ട്. ലോകത്തൊട്ടാകെ സുബ്ഹാനല്ലാഹ് വലിയ പൊരുത്തമെന്ന് പറഞ്ഞുകൊണ്ട് ജാഹിലീങ്ങൾ രംഗത്ത് വരികയാണ്. അജ്മീരിന്റെ പൊരുത്തമാണ്, ഏർവാടിന്റെ പൊരുത്തമാണ്, ഞങ്ങളുടെ നാട്ടിന്റെ നടക്കുന്ന സുബ്ഹാനല്ലാഹ് ആറ്റുതങ്ങളെ പൊരുത്തം പറഞ്ഞിട്ട് വിവരമില്ലാത്ത ജാഹിലീങ്ങൾ വന്ന് തുള്ളലും കുത്തലും അതുപോലെ തോന്നിവാസം നടത്തുകയാണ്. അതിന് ആലിമീങ്ങളെ കിട്ടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിവരമുള്ള പണ്ഡിതൻ ആലിമീങ്ങളെയും ശൈഖന്മാരെയും വിവരമുള്ളവരെയാണ് തുടരേണ്ടത്. വിവരമില്ലാതെ ജാഹിലീങ്ങൾ ആലിമീങ്ങൾ തുടർന്നു പോകരുത്, മുതഅല്ലിമീങ്ങൾ തുടർന്നു പോകരുതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ ദീൻ ഹഖായി ആരെ മുമ്പിലും പറയണം. അത് മഹാനായ പേരോട് ഉസ്താദും മുഹമ്മദ് ഉസ്താദും മറ്റുള്ള നമ്മുടെ ഉസ്താദുമാരും നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അത് മരണം വരെ പറയണം. ആരെ മുമ്പിലും അത് പേടിക്കേണ്ടതില്ല. പക്ഷേ പറയാൻ ചില ആളുകൾ പേടിക്കുന്നത് ശൈത്താനെ വിടുമോ, അല്ലെങ്കിൽ സിഹ്ർ ചെയ്യുമോ, അതേ മറ്റത് ചെയ്യുമോ എന്ന് പേടിയാണ്. അതിന്റെ ഹദ്ദാദുണ്ട്. മഹാന്മാരായ ഉസ്താദുമാർ ചൊല്ലിത്തന്ന ദിക്റുകളുണ്ട്. അതുള്ള കാലത്തോളം പണ്ഡിതന്മാരെ തകർക്കാൻ കഴിയില്ലെന്ന് സാന്ദർഭികമായി ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. അല്ലാഹു നമ്മുടെ സംഗമവും നമ്മുടെ എല്ലാം അല്ലാഹു ഖബൂലാക്കട്ടെ. 150ഓളം വരുന്ന മുതഅല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുകയാണ്.